ഏറെ നാളുകളായി നമ്മുടെ ഒക്കെ ചർച്ചാ വിഷയമായിരുന്ന ഒരു കാര്യമാണ് ബീഹാർ തെരഞ്ഞെടുപ്പ്. ആ ബീഹാർ നാളെ വിധി എഴുതുകയാണ്. 121 മണ്ഡലങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ വിധിയെഴുത്ത്. ഇന്ത്യ സഖ്യത്തിനും എൻഡിഎക്കും ഒരേപോലെ നിർണായകമാണ് ആദ്യഘട്ടം. തൊഴിലില്ലായ്മ മുതൽ ജംഗൽ രാജ് വരെയുള്ള വിഷയങ്ങൾ പ്രചാരണത്തിൽ ചർച്ചയായി. കൂടുതൽ വിവരങ്ങളുമായി രാകേഷ് ചേരുന്നുണ്ട്. രാകേഷ്, 18 ജില്ലകൾ, 121 സീറ്റുകൾ, 1314 സ്ഥാനാർത്ഥികൾ. എന്തായിരിക്കും ബീഹാർ തീരുമാനിക്കുക? ബീഹാറിന്റെ വിധിയെഴുത്ത് എന്താകും? ആർക്കായിരിക്കും വിജയം? അനുശ്രീ, നീണ്ട പ്രചാരണത്തിന് ശേഷം ബീഹാർ ഏതായാലും നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോകുകയാണ്. 121 മണ്ഡലങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ്. തീർച്ചയായും അത് രണ്ട് മുന്നണികൾക്കും, മഹാസഖ്യത്തിനും എൻഡിഎക്കും ഒരുപോലെ നിർണായകമാണ്. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് സംസ്ഥാനത്ത് നടന്നത്. കേവലം 15 സീറ്റുകളുടെ വ്യത്യാസത്തിൽ മാത്രമാണ് രണ്ട് മുന്നണികളും തമ്മിലുള്ള വ്യത്യാസം. 15 സീറ്റുകൾ മാത്രമായിരുന്നു. അന്ന് ഇന്ത്യ സഖ്യത്തിന് ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം അല്ലെങ്കിൽ ഒരു ക്ലോസ് മത്സരത്തിലേക്ക് എത്താനുണ്ടായ പ്രധാനപ്പെട്ട കാരണം ഈ ആദ്യഘട്ടത്തിൽ നേടിയ ഒരു മുന്നേറ്റമായിരുന്നു. 121 മണ്ഡലങ്ങളിൽ 61 സീറ്റുകളിൽ വിജയിക്കാൻ ഇന്ത്യ സഖ്യത്തിന് സാധിച്ചു. അത് തന്നെയായിരുന്നു BJPക്ക് വലിയ ക്ഷീണം സംഭവിച്ചതും. കാരണം JDUവിനെതിരെ കഴിഞ്ഞ തവണ LJP സ്ഥാനാർത്ഥി നിർത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏതാണ്ട് JDU മത്സരിച്ച എല്ലാ മണ്ഡലങ്ങളും LJP സ്ഥാനാർത്ഥികൾ നിർത്തി. അതുകൊണ്ട് തന്നെ വലിയ തിരിച്ചടി ഈ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ JDUവിന് സംഭവിക്കുകയുണ്ടായി. അതുതന്നെയാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ മുന്നേറ്റത്തിന് പ്രധാനപ്പെട്ട കാരണമായത്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. വലിയ ഭരണവിരുദ്ധ വികാരം അവിടെ നേരിടുന്നുണ്ട് NDA. പ്രത്യേകിച്ച് നിതീഷ് കുമാർ എന്ന നേതാവിൻ്റെ ഒരു ബലത്തിലാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ NDA അധികാരം നിലനിർത്തിയിരുന്നത്. ഇത്തവണ നിതീഷ് കുമാറിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹം പക്ഷേ പ്രചാരണ യോഗങ്ങളിലൊക്കെ സജീവമായിരുന്നെങ്കിൽ പോലും ആരോഗ്യ പ്രശ്നങ്ങൾ നിതീഷിനുണ്ട്. അത് ഇന്ത്യ സഖ്യം വലിയ തോതിൽ പ്രചാരണത്തിൽ ചർച്ചയാക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ തൊഴിലില്ലായ്മ വലിയ ചർച്ചാ വിഷയമാക്കി മാറ്റാൻ ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞു. കൂടാതെ കുടിയേറ്റം ഒരു ചർച്ചയാക്കി മാറ്റാൻ ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞു. മറുവശത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയായിരുന്നു BJPയുടെയും NDAയുടെയും പ്രചരണം. അതിൽ തന്നെ ആദ്യം ഛഠ് പൂജ അടക്കമുള്ള വിഷയങ്ങളിൽ രാഹുൽ ഗാന്ധി അപമാനിച്ചു, ബീഹാർ ജനതയെ അപമാനിച്ചു എന്ന് പറഞ്ഞൊരു ബീഹാർ വികാരം ആളിക്കത്തിക്കാൻ BJP ശ്രമം നടത്തി. ഒപ്പം ജംഗൽ രാജ് RJD വരികയാണെങ്കിൽ ലാലുവിൻ്റെ കാലത്തേക്ക് പോലെ മടങ്ങിപ്പോകും, ബീഹാർ ജംഗൽ രാജായി മാറും എന്ന പരാമർശം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ തന്നെ പല പ്രചാരണ യോഗങ്ങളിലും നടത്തി. ഏറ്റവും ഒടുവിൽ തേജസ്വി യാദവിൻ്റെ സ്ഥാനാർത്ഥിത്വം അത് തോക്ക് ചൂണ്ടിക്കൊണ്ട് ഭീഷണിപ്പെടുത്തിയാണെന്ന പരാമർശം വരെ മോദിയുടെ ഭാഗത്തുനിന്നുണ്ടായി. അങ്ങനെ ആരോപണ പ്രത്യാരോപണങ്ങൾ ഈ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ബീഹാറിൽ സജീവമായിരുന്നു. ഏതായാലും ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന കാര്യത്തിൽ സംശയമില്ല. ഏറ്റവും ഒടുവിലത്തെ ദിനം പോലും ദേശീയ നേതാക്കളെല്ലാം തന്നെ സംസ്ഥാനത്ത് പ്രചാരണത്തിൽ കേന്ദ്രീകരിക്കുന്നതാണ് കണ്ടത്. ഏതായാലും പല പ്രധാനപ്പെട്ട നേതാക്കളും നാളെ ജനവിധി തേടുന്നുണ്ട്. പ്രത്യേകിച്ച് RJDയുടെ നേതാവ്, നിലവിലെ പ്രതിപക്ഷ നേതാവ്, ഇന്ത്യ സഖ്യത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ തേജസ്വി യാദവ്, അദ്ദേഹം രാഘോപൂർ മണ്ഡലത്തിന് വീണ്ടും ജനവിധി തേടുകയാണ്. 2015 മുതൽ അദ്ദേഹം അവിടെ നിന്ന് വിജയിച്ചു വരുന്നു. ഇതുകൂടാതെ സമ്രാട് ചൗധരി BJPയുടെ പ്രധാനപ്പെട്ട OBC മുഖമാണ്, നിലവിലെ ഉപമുഖ്യമന്ത്രിയാണ്. അദ്ദേഹം താരാപൂർ മണ്ഡലത്തിൽ മത്സരിക്കുന്നു. ഇത് കൂടാതെ ഏതാണ്ട് 16 മന്ത്രിമാർ, JDUവിലെ 5ഉം BJPയിലെ 11 ഉൾപ്പെടെ 16 മന്ത്രിമാരും നാളെ ജനവിധി തേടുന്നുണ്ട്. അങ്ങനെ ഒരു വാശിയേറിയ പ്രചാരണ കാലഘട്ടം അവസാനിച്ചിരിക്കുന്നു. 121 മണ്ഡലങ്ങളിൽ നാളെ ബീഹാറിലെ ആദ്യഘട്ടം ഏതാണ്ട് 3.5 കോടി വോട്ടർമാർ നാളെ വിധി എഴുതുകയാണ്. അനുശ്രീ, ശരി. രാകേഷാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. അങ്ങനെ നാളെ ബീഹാർ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആരെയാകും ബീഹാർ തുണയ്ക്കുക എന്നത് നാളെ അറിയാം. രാകേഷാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.